അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയൂണാണ് കേട്ടോ. അപ്പോൾ ഉച്ചയൂണ് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. ആദ്യം തന്നെ ചെമ്പല്ലി ഫ്രൈ ആണ്, മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഓരോ വിഭവങ്ങളും ഞാൻ എന്താ വിളമ്പലാണ്. ഇന്ന് ഇല വെച്ചിട്ട് ഇലയിൽ തിന്നാണെന്ന് വിചാരിച്ചേട്ടാ. അപ്പം അങ്ങനെ ഇലയിൽ ചോറ് ഇത് അനക്കാണ് കേട്ടോ വിളമ്പുന്നത്. ലാവി വറക്കുന്ന ചോറാണ്, വാർത്തവാടും എടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ നല്ല വിടർത്തി തണിയാൻ വേണ്ടിയിട്ട് നല്ല പരത്തി വിളമ്പി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഏട്ടന് അപ്പുറത്തെ ഇലയിലും അതുപോലെ തന്നെ ചൂട് തണിയാൻ വേണ്ടിച്ച് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനക്ക് ഏട്ടന് ആവശ്യമായ ചോറ് നമ്മൾ ഫസ്റ്റ് തന്നെ വിളമ്പി. പിന്നത്തെ ഇനി കറികളാണ് കേട്ടോ. ഇന്ന് ഫുൾ വെറൈറ്റിയും നാടനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ഉച്ചയാണ് ഇത്. മമ്പയർ വറവാണ് കേട്ടോ. മമ്പയർ വേവിച്ചിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് കടുകിൽ വറുത്തിട്ടിട്ട് അങ്ങനെ ആക്കിയത്. അങ്ങനെ മമ്പയർ വറവാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മീൻ കറിയാണ് കേട്ടോ. നമ്മളെ ചെമ്പല്ലി നല്ല അടിപൊളിയായിട്ട് മുളകിട്ട് വെച്ചിട്ടുണ്ട്. പുളിയും മുളകാക്കിയിട്ട് നല്ല കുറുക്കി എടുത്തിട്ട് നല്ല അടിപൊളി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കറി. അപ്പോൾ ഏട്ടന് വാല് ഭാഗം മതി എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതാ ഏട്ടന് ഒരു വാലിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചാറും കൂടെ, നല്ല കുറുകിയ ചാറായതുകൊണ്ട് കുറച്ച് ചാറ് മതി കേട്ടോ മുഴുവൻ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഏട്ടന് കറി വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇനി അനക്കൊരു കഷ്ണം കുറച്ച് ചാറും കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ, വോയിസ് കൊടുക്കുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ചെമ്പല്ലിൻ്റെ തല വരട്ടിയതാണ്. ഇതാണ് ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഏട്ടനോട് ഫസ്റ്റ് ഞാൻ ചോദിച്ചത് ഏട്ടാ എനിക്ക് കിണർ വേണമെന്നാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ പിന്നെ അനക്ക് വേണ്ടാണ്ട്. അപ്പോൾ അത് ഏട്ടനും അനക്ക് ഓരോ തല വെച്ചിട്ടുണ്ട്. ഇനി എണ്ണറി വീതിക്കലാണ് കേട്ടോ. ഒന്നേട്ടന് അങ്ങനെ ഓരോന്നിങ്ങനെ ഏട്ടനും അനക്ക് മാറ്റി കൊടുക്കലാണ് കേട്ടോ. അപ്പം ഏട്ടനൊന്ന് നിനക്ക് കൂടുതൽ ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഏട്ടനും ഒരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ഏട്ടന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് പിന്നെ കുറച്ച് കക്കിരിക്കയും കുറച്ച് ഉള്ളിയും കൂടെ അതിനൊപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കംപ്ലീറ്റ് ആയി. പിന്നെ അച്ചാറും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഇതുള്ളത് കൊണ്ട് പിന്നെ അച്ചാറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചോറിനകത്ത് കുറച്ച് മമ്പയറിൻ്റെ വറവും മീൻചാറും മീനിൻ്റെ ഒരു കഷ്ണമെല്ലാം എടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനല്ലേ ചെമ്പല്ലി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇത് ഫസ്റ്റ് അങ്ങനെ ഒരു ഉരുള തിന്നു നോക്കിയേട്ടാ. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ആ കൂട്ടത്തിൽ ഇതിങ്ങനെ കണ്ടുകൊടുക്കുമ്പോൾ ഭയങ്കര ക്ഷമകേടാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണറെടുത്തിട്ട് തിന്നുകേട്ടോ. ഇത് എണറല്ല, അതിൻ്റെ ഒരു മറ്റേ തലേൻ്റെ ഭാഗത്ത് വരുന്ന ഒരു കരൾ പോലത്തെ സംഭവം കേട്ടോ, അതാണ്. പിന്നെ ഈൻ്റെ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം അങ്ങോട്ട് കിള്ളി കേട്ടാ. എന്നിട്ട് അതങ്ങോട്ട് തിന്നോക്കി. എൻ്റെ അമ്മ നല്ല നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നല്ല സെറ്റ് കുരുമുളകിലിട്ട് സെറ്റായ സാധനമാണ്. പിന്നെ ഒരു കക്കിരിക്കയും കൂട്ടിയിട്ട് അതിൻ്റെ ഒപ്പരം കൂടെ കഴിച്ചു നോക്കിയേട്ടാ. ഒന്നിൻ്റെ ഒപ്പരോ നല്ല എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചോറ് മുഴുവൻ തിന്നിട്ട് വരട്ടെ. ഓക്കെ, ബൈ.